KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതെന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്. കോൺഗ്രസിൻ്റെ ആപ്പുണ്ട്, ആ ആപ്പിലേക്ക് പണം തന്നാൽ മതി. ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൽ ഭിന്നതയുണ്ടാക്കാൻ ബോധപൂർവമായി കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി മറ്റാരെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു ടൗൺഷിപ്പ് പദ്ധതിയിലില്ല, ഞങ്ങൾക്ക് വേറെ ഭൂമി തന്നേക്കൂ എന്ന് പറഞ്ഞിട്ടേയില്ല. VD സതീശൻ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞ നുണകൾ 2 മിനിറ്റിൽ പറയണം. ഏറ്റവും കൂടുതൽ നമ്പർ പറയുന്നത് ആരാണോ അവർക്കാണ് പ്രൈസ്. 1ാം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥി പറഞ്ഞത് 11 നുണയാണ്. DYFI സഖാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങൾ ആക്രി പെറുക്കി, ബിരിയാണി ചലഞ്ച് നടത്തി, കല്ല് ചുമന്ന് അങ്ങനെ സമാഹരിച്ച പണമാണിത്. എന്നാൽ ഞങ്ങളോട് മത്സരിച്ച് 30 വീട് പറഞ്ഞവർ ഇത് കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ഇടപെടുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പറയില്ലേ? പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചതായി ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ദൃശ്യങ്ങളിലില്ല എന്ന് നിങ്ങളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് അത് കൃത്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന് UPSC പുറത്തുവിട്ട കണക്കിലുണ്ട്. അങ്ങനെ ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം. ഇസ്ലാമിക് സ്റ്റേറ്റിനോട് വരെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആര് ഉപമിച്ചിട്ടുണ്ട്? മുസ്ലിം ലീഗ് ഉപമിച്ചിട്ടുണ്ട്. CPM അല്ലെങ്കിൽ ഇടതുപക്ഷമോ വിമർശിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി തീർക്കുകയാണിപ്പോൾ. 2021 അവർ പറഞ്ഞു 30 സീറ്റ് നേടും, ഞങ്ങൾ ഭരണത്തിൽ വരും. K. സുരേന്ദ്രൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാ. എന്നിട്ട് എന്തായി? ഉള്ളൊന്ന് മുട്ടയായി മാറി. നിങ്ങൾ ഇരുണ്ട കാലം ക്യാമ്പയിൻ നടത്തുമ്പോൾ മറുഭാഗത്ത് നിന്ന് കടക്കുപുറത്ത് ക്യാമ്പയിനാണ് കാണുന്നത്. അത് അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ സോണിയാഗാന്ധിയെയും ഈ അടൂർ പ്രകാശിനെയും ഒക്കെ പുറത്തു നിർത്തണം എന്നായിരിക്കും കടക്കുപുറത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർ ഭരണത്തിന് വോട്ട് ചെയ്യണമെന്ന് LDF പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ? സ്കൂളുകൾ പൂട്ടാത്ത കേരളം, ലൈറ്റ് ഓഫ് ആവാത്ത കേരളം, ഗട്ടറുകളില്ലാത്ത കേരളം, നിയമന നിരോധനമില്ലാത്ത കേരളം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത കേരളം, രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന, വർഗീയതക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടമാണ് കേരളം. അതിൻ്റെ നേതൃത്വമാണ് സഖാവ് പിണറായി വിജയൻ. നമസ്കാരം. റിപ്പോർട്ടർ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഒരു കൂവലിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. വയനാട് പുനരധിവാസത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അവിടെ സിദ്ദീഖ് MLA-ക്കെതിരെ കൂവലുണ്ടാവുകയും താങ്കൾ അതിനെ എതിർത്തുകൊണ്ട് വരികയും ചെയ്തു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കയ്യടിയായിരുന്നു. പക്ഷേ ആ കൂവൽ ശരിയായിരുന്നു? എന്തായിരുന്നു താങ്കളുടെ ഒരു തോന്നൽ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കാമെന്ന് തോന്നിയത്? സ്വന്തം സഖാക്കളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അതിൽ? ആ പരിപാടി അറിയാലോ, കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു പുനരധിവാസ പ്രവർത്തനം. താരതമ്യപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഇതിനു മുമ്പില്ല. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഒരു ഇടപെടൽ നടത്തി അതിനെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ദിവസം എത്താൻ വേണ്ടി കാത്തിരുന്നതാണ് ഞങ്ങളൊക്കെ. പ്രത്യേകിച്ച് DYFI ആ 178 വീട് നിർമ്മിക്കുന്ന സമയത്ത് DYFIയുടെ 100 വീടിനുള്ള 20 കോടി രൂപ അതിലുണ്ട്. അത് DYFIയുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി DYFIയുടെ സഖാക്കൾ കേരളത്തിലുടനീളം അവരുടെ വ്യത്യസ്തങ്ങളായ അധ്വാനത്തിലൂടെ സമാഹരിച്ച പണമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷമാണ്. ആ ചടങ്ങിലാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കാൻ ചെന്നത്. അന്നാണെങ്കിൽ ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റുമായി TV-യുമായിട്ടൊക്കെയാണല്ലോ ചെന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അങ്ങനെയുള്ളൊരു ചടങ്ങാണ്. നമ്മളൊക്കെ ഒരു സന്തോഷത്തോടു കൂടി കാണുന്നൊരു ചടങ്ങ്. ആ ചടങ്ങിൽ സിദ്ദീഖ് സംസാരിക്കുന്ന സമയത്ത് കൂവലുണ്ടായി. സ്വാഭാവികമായിട്ട് ആർക്കായാലും, പ്രത്യേകിച്ചൊരു ഇടതുപക്ഷ പ്രവർത്തകനായതുകൊണ്ടാവാം എനിക്ക് അതങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന റഫീഖും ഫ്രാൻസിസും ഞങ്ങളുടെ DYFIയുടെ പ്രവർത്തകരൊക്കെ പരമാവധി ഇറങ്ങി ആ കൂവൽ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ വലിയ രീതിയിൽ വീണ്ടും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ആ കൂവലിന് പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു? അല്ല, അത് ഓരോരുത്തരും ഒരു കൂവലിന് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, സത്യത്തിൽ ഒരു പ്രതിഷേധമായിട്ട് കാണുമല്ലോ. പക്ഷെ ആ ചടങ്ങിൽ ആ കൂവൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല. ആ വന്ന ആളുകൾ ഈ ഒരു പ്രോസസ്സിനെ, ഈ വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, അതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകൾ, ഞങ്ങളുടേതൊക്കെയുള്ള ഒരു ഇടപെടലുകളുടെയൊക്കെ കുറിച്ചുള്ള ഒരു പരിശോധനയൊക്കെ അവർ നടത്തിക്കൊണ്ടായിരിക്കുമല്ലോ. അവരും ഈ ഒരു പ്രതീക്ഷയോടുകൂടി ആ ചടങ്ങിൽ വരികയാണ്. അവിടെ എനിക്ക് തോന്നുന്നു സിദ്ദീഖിൻ്റെ കഴിഞ്ഞ തൊട്ട് മുമ്പൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളോടുള്ള ഒരു പ്രതികരണമാണ് അത് എന്നുള്ളത്. കാരണം അദ്ദേഹം അവിടെ ഇലക്ഷൻ്റെ മുമ്പ്
ഇങ്ങനെ ഉദ്ഘാടിച്ച് പോകുന്ന ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണിത് എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഉദ്ഘാടനം ആദ്യം 25-ന് പ്രഖ്യാപിച്ചപ്പോൾ 24-നോ മറ്റോ അവരുടെ 26-ന് അവരുടെ ഒരു തറക്കല്ലിടൽ അതൊക്കെ ജനം കാണുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദീഖ് വാചക കസർത്ത് കൊണ്ട് ആ ഒരു മഹത്തായ ആ പ്രവർത്തനത്തെ ഒന്ന് ഇകഴ്ത്താൻ ശ്രമിക്കുന്നു, തുടർച്ചയായിട്ട് ഇകഴ്ത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീലിൽ നിന്നായിരിക്കാം ആ കൂവലുണ്ടായത്. പക്ഷെ ആ ചടങ്ങിൽ ആ കൂവൽ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഇത്തരത്തിൽ വയനാട് ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരെയും ഞെട്ടിച്ചതാണ്. അവിടെ കൈമൈ മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടി സിദ്ദീഖ് MLA തുടക്കം മുതൽ ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ അവിടെയുള്ള ഒരാളാണ്. ഇതിലൊക്കെ ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പുനരധിവാസ പാക്കേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ ഇത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതിനപ്പുറം കോൺഗ്രസിൻ്റെ പദ്ധതി വരുമെന്ന് പറയുന്നു, ലീഗിൻ്റെ വീടുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള വാക്പോര് കാണുകയാണ്. അത് ശരിയാണോ അത്തരത്തിലുള്ള അതിലൊരു രാഷ്ട്രീയം കാണുന്നത്? അതിൽ രാഷ്ട്രീയം എല്ലാത്തിലും നമ്മൾ ഉണ്ടല്ലോ. രാഷ്ട്രീയം നമ്മുടെയൊക്കെ ഒരു ഭാഗമായിട്ട് പോകുന്നതല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇടപെടാറ് സാധാരണ. പക്ഷേ ഇവിടെ വയനാട് ദുരന്തമുണ്ടായി, ഈ മലവെള്ളപ്പാച്ചിലുണ്ടായി, എല്ലാവരും ഞങ്ങളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA ആണ്, സ്വാഭാവികമായിട്ടും അവിടെ ഇടപെടേണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കേരളമാകെ ചൂരൽമലയിലും മുണ്ടക്കയിലുമായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെ വലിയ രീതിയിൽ ഇടപെട്ടതാണ്. ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ സഖാക്കൾ അവിടെ ഇടപെട്ടത് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു അഭിമാനബോധമുണ്ടല്ലോ. മോർച്ചറിയിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ച കണ്ണൂരിൽ നിന്ന് വന്ന സഖാക്കൾ, അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒലിച്ച് നമ്മുടെ പോത്തുകല്ല്, മലപ്പുറത്തിൻ്റെ പോത്തുകല്ല് ഭാഗത്തേക്ക്, അതിൻ്റെ ആ വനാന്തരങ്ങളിലേക്ക് ചാലിയാറിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂറുകണക്കിന് DYFIയുടെ സഖാക്കൾ, വളണ്ടിയേഴ്സ്, അവരാണ് ആദ്യം അവിടെ ചെല്ലുന്നത്. മലപ്പുറത്തെ DYFIയുടെ ഷബീറിൻ്റെയും ഷ്യാമിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വോളണ്ടിയേഴ്സ് പോയി വരിക. ആ ഒരു ചിത്രം മനോരമ പോലും കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ചങ്ങാടത്തിൽ വരുന്നത്, അവർ തോളിൽ അവരുടെ തുണിയിൽ ഈ ശരീരഭാഗങ്ങൾ കെട്ടി പൊതിഞ്ഞു കൊണ്ടുവരുന്നത്, അതിനൊക്കെ ചെറുപ്പക്കാരങ്ങ് ഇടപെടുന്ന ഒരു വല്ലാത്ത ഒരു രംഗമുണ്ട്. അതൊക്കെ കണ്ടതാണ്, നമ്മളതിലൊക്കെ ഇടപെടുക. ഞങ്ങളാണെങ്കിൽ ആ തുടർച്ചയിൽ തന്നെ 25 വീട് കൊടുക്കും എന്ന് പറഞ്ഞു, സർക്കാരുമായി ചേർന്ന് എന്നാണ് പറയുന്നത്. അത് വ്യക്തമാണ്, നിങ്ങളുടെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവും. 31-ാം തീയതിയുള്ള യൂട്യൂബിൽ അതൊക്കെ വ്യക്തമാണ്. സർക്കാരുമായി ചേർന്നാണ്, സഹകരിച്ചാണ് ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത്, യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. അവരങ്ങനെ ഒരു സർക്കാരുമായി സഹകരിച്ചോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ ഈ ദുരന്തമുണ്ടായ അല്ലെങ്കിൽ ഈ ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു വല്ലാത്ത അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു പൂത്ത ബെഡ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ ശ്രദ്ധിച്ചു കൊടുക്കും. ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരിൽ പലരും അവിടെ നിന്നാണ് കഴിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിയെന്നോ MLA എന്നോ വ്യത്യാസമില്ല. അപ്പോൾ മിനിസ്റ്റർ, റിയാസ് മിനിസ്റ്റർ ഒക്കെ, മുഹമ്മദ് റിയാസ് മിനിസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടല്ലേ, ആ ചളിയിൽ ദിവസങ്ങളോളം നിൽക്കുകയല്ലേ. ഞങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ മന്ത്രിയാണെന്നോ പിന്നെ മറ്റ് MLA ആണെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിന് പറ്റാവുന്ന രീതിയിൽ ഇടപെടുന്നു. മിനിസ്റ്റേഴ്സ് ഈ രക്ഷാപ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഇടപെടൽ. അപ്പോൾ നമ്മളൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ നിന്ന് കഴിക്കുന്നു, കുറേ കയ്യിലൊക്കെ ചളി, അങ്ങനെ ഉണ്ടല്ലോ. അതൊരു അവിടെ നമ്മൾ കേൾക്കുകയാണ്, പൂത്ത ബ്രെഡ് കൊടുത്തു, ഒരു ടീം അപ്പുറത്ത് ബിരിയാണി കൊടുക്കുന്നു, അപ്പോൾ ഇവിടെ ഇത് പൂത്ത ബ്രെഡാണെന്ന് പറയുന്നു. സത്യത്തിൽ അവിടെ ബ്രെഡ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രചരണം ബോധപൂർവമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഈ വീട് കൊടുക്കാൻ വേണ്ടി, വീടിന് വേണ്ടി ഞങ്ങൾ പണം സമാഹരിക്കുന്നത് റെസീറ്റ് ഉപയോഗിച്ചല്ല, ഞങ്ങൾ ആക്രി പെറുക്കിയിട്ടാണ്, അധ്വാനിച്ചിട്ടാണ്. DYFI സഖാക്കൾ അധ്വാനിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM എന്താ ചെയ്തത്? QR കോഡുമായിട്ടും അക്കൗണ്ട് നമ്പറുമായിട്ടും വീട് കയറി, ഓർമ്മയില്ല ഞങ്ങൾക്ക്? അങ്ങനെ വീട് കയറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അത് ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണം എന്നാണ് CPM പറയുന്നത്. ഞങ്ങൾ ആക്രി പെറുക്കി പണം സമാഹരിക്കുന്നു ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ. ഇങ്ങനെ പ്രോസസ്സ് നടക്കുക. അന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞതെന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത്, കോൺഗ്രസിൻ്റെ ആപ്പുണ്ട്, ആ ആപ്പിലേക്ക് പണം തന്നാൽ മതി. ഓർമ്മയില്ലേ നിങ്ങൾക്ക്?
അപ്പോൾ ഈ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്നതിൽ, അവരെ പുനരധിവസിപ്പിക്കുന്നതിൽ എല്ലാം അവിടെ ഒരു സെപ്പറേഷൻ വന്നു. ഒരു ഭിന്നത ഉണ്ടാക്കാൻ ബോധപൂർവമായി കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർ ഈ ഫണ്ടിൻ്റെ വലിപ്പത്തെ എങ്ങനെ കുറക്കാം എന്നാണ് നോക്കിയത്. ഈ പരമാവധി വയനാടിന് ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തെ എങ്ങനെ ഒന്ന് ശിഥിലീകരിക്കാം എന്നാണ് ആലോചിച്ചത്. ഈ വി.ഡി. സതീശനും ഞങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, കുഞ്ഞാലിക്കുട്ടി, സിദ്ദീഖ് ഒക്കെ പങ്കെടുത്തുകൊണ്ട് സ്പോൺസർമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു തിരുവനന്തപുരത്ത്. ആ യോഗത്തിലും കോൺഗ്രസ് ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എവിടെയെങ്കിലും നിങ്ങൾ കോൺഗ്രസ് ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു തരണമെന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. പിന്നീട് അവർ പിന്നെന്താ പറയുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പുനരധിവാസ പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കുന്ന സമയത്ത് അവരുടെ വീടെവിടെ, അവർ പിരിച്ച ആപ്പ് എവിടെ, അവരെത്ര പണം പിരിച്ചു എന്ന ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങ് വിരളി പിടിച്ചില്ലേ? വയനാട്ടിലെ ഒരു ഭൂമിയുടെ ഒരു സാഹചര്യം വെച്ച് നമുക്കറിയാം, അവിടെ ഭൂമി കിട്ടുന്നില്ല. ഭൂമി വാങ്ങണ്ട, പോട്ടെ, അവരെന്ത് ചെയ്യണം? അവർക്ക് ഇത്ര പണം കിട്ടി എന്നവർ പറയണ്ടേ? ഞങ്ങളൊക്കെ പിരിച്ച ആ ഉടനെ തന്നെ ഇത്ര കോടി രൂപയും ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി, ഇന്ന സ്റ്റേറ്റിൽ നിന്ന് കിട്ടി ഞങ്ങൾ അനൗൺസ് ചെയ്തില്ലേ? മുസ്ലിം ലീഗും അനൗൺസ് ചെയ്തു കേട്ടോ, അവരുടെ പണം അനൗൺസ് ചെയ്തു. മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങി. ഈ കോൺഗ്രസ് ആണെങ്കിൽ ഈ സ്പോൺസർമാരുടെ യോഗത്തിൽ പങ്കെടുത്തതാ. ഞങ്ങളൊക്കെ ഉണ്ടത്. ഞങ്ങളവിടെ ഫിസിക്കലി പ്രസൻ്റ് അല്ലേ, ഞാനും സനോജൊക്കെ ഇരിക്കല്ലേ. എന്നാൽ അവിടെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി മറ്റാരെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു ടൗൺഷിപ്പ് പദ്ധതിയിലില്ല, ഞങ്ങൾക്ക് വേറെ ഭൂമി തന്നേക്കൂ എന്ന് പറഞ്ഞിട്ടേയില്ല. അങ്ങനെ ഞങ്ങൾ വിവരം അറിയിച്ചു, ഒരു വീടിന് 20 ലക്ഷം എന്ന്. ഞങ്ങൾ എന്ത് ചെയ്തു? ആ 20 ലക്ഷം കണക്കാക്കി 100 വീടിനുള്ള പണം ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. ഈ ടൗൺഷിപ്പിൻ്റെ പദ്ധതിയിലേക്ക് പണം കൊടുത്തു. ഇതിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ, ഒന്ന് DYFI, ഒന്ന് യൂത്ത് കോൺഗ്രസ്, നിങ്ങൾ തമ്മിൽ ഒരു വലിയ വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പ്രത്യേകിച്ചത് ഇതിൽ ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ. ശരി, DYFI നിങ്ങൾ അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസിൻ്റെ വാദവും അത് തന്നെയാണ്. അവർ 2.5 കോടി നൽകുമെന്ന് പറഞ്ഞു. 1.5 കോടി അവർ പാർട്ടി ഫണ്ടിലേക്ക് നൽകി, ബാക്കി വീട് പണി നടക്കുന്ന മുറയ്ക്ക് അത് നൽകുമെന്നാണ് അവർ പറയുന്നത്. ഇതിലൊരു തർക്കം അത് അനാവശ്യമല്ലേ എന്നതാണ് ചോദ്യം. കാരണം ഇത്ര വലിയൊരു പുനരധിവാസം നടത്തുമ്പോൾ അത് ആരായാലും ഗുണഭോക്താക്കളായിരിക്കണമല്ലോ. അത് ആർക്ക് കിട്ടിയാലും അത് നല്ലതായിരിക്കണം. അതൊരു വിശാലാർത്ഥത്തിൽ ചിന്തിക്കുന്നതിന് പകരം അന്ന് അവിടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ റദ്ദാക്കുന്ന രീതിയിലല്ലേ ഇപ്പോഴുണ്ടാകുന്ന ഈ തർക്കങ്ങൾ? അങ്ങനെയല്ല, നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കണ്ടേ. പിന്നെ ഈ ഞങ്ങളും ഒരു യുവജന സംഘടന, അവരും ഒരു യുവജന സംഘടനയാണല്ലോ. അവരെയും ഞങ്ങളെയും സമൂഹത്തിന് വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം കൂടിയല്ലേ ഇത്? അതുകൂടി നോക്കണ്ടേ. ഞങ്ങളൊരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അവരും വ്യത്യസ്ത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ 25 വീട് പറഞ്ഞപ്പോൾ അവർ 30 വീട് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞു. അതിന് ശേഷിയില്ലാത്തവരാണ് എന്ന് അവർ പറയണ്ടേ? ഞങ്ങൾക്കത് പറ്റിയില്ല. അവരെന്താ പറഞ്ഞത്? ആദ്യം അവരുടെ അന്നത്തെ പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത് 86 ലക്ഷം ചില്ലറ അങ്ങനെ പണമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. പിന്നീട് പുതിയ പ്രസിഡന്റ് വന്നു, അവർ പറഞ്ഞു ഗവൺമെൻറ് വീട് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ. കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു അല്ല, ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് 1 കോടി രൂപ കൊടുക്കുകയാണ്, 1 കോടി 3 ലക്ഷമോ മറ്റോ കൊടുക്കുകയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് 30 വീടാകുമോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ബാക്കി ഇനി തരുമെന്ന്, കൊടുക്കും, നിർമ്മിക്കുന്ന സമയത്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. ഞാനത് എവിടെയും റിപ്പോർട്ടിന്റെ പോഡ്കാസ്റ്റിൽ തന്നെ അവരുടെ നേതാക്കൾ അതായിരിക്കും പോഡ്കാസ്റ്റിലായിരിക്കും പറഞ്ഞത്, അല്ലാതെ അവരത് ഇവിടെ പത്രസമ്മേളനം നടത്തിയും പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ഘട്ടത്തിലെ പത്രസമ്മേളനങ്ങളില്ല, ഞങ്ങൾക്ക് ഈ പണയമേ കിട്ടിയിട്ടുള്ളൂ, നിങ്ങൾ ഈ രേഖ പരിശോധിച്ചോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെതോ നേരെ തിരിച്ചാ. കോൺഗ്രസിൻ്റെ പണത്തെക്കുറിച്ച്, ആ ആപ്പിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ആപ്പിലൂടെ എത്ര പണം വന്നു എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഞങ്ങളായാലും അവരായാലും ഈ സമൂഹത്തിൽ ഇടപെടുന്ന സംഘടനകൾ എന്നുള്ള നിലക്ക് നമ്മളെന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്? അതിൻ്റെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിലെ ഈ ഇടപെട്ട രീതികളും അതുപോലെ തന്നെ എത്ര പണം കിട്ടി എന്നുള്ളതൊക്കെ സമൂഹത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ജനം ഇതൊക്കെ വിലയിരുത്തണ്ടേ? അവർ വിലയിരുത്തട്ടെ. ഞങ്ങൾക്കിടയിൽ DYFI സഖാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതാണ് ആ പണം. ആ പണത്തിൻ്റെ ഒരു മഹത്വം നിങ്ങൾ കാണേണ്ടതാണ്. ഞങ്ങൾ ആക്രി പെറുക്കി, ബിരിയാണി ചലഞ്ച് നടത്തി, കല്ല് ചുമന്ന് അങ്ങനെ സമാഹരിച്ച പണമാണിത്. തേങ്ങയിട്ട്, ചക്ക ഇട്ട് വിൽപ്പന നടത്തി, എന്തൊരു വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. മീൻ വിൽപ്പന നടത്തി,
അങ്ങനെ സമാഹരിച്ചത് ഡിവൈഎഫിയുടെ സഖാക്കൾ. അത് 20 കോടി 40 ലക്ഷത്തിലധികം രൂപയാണ് അങ്ങനെ സമാഹരിക്കുന്നത്. അങ്ങനെ സമാഹരിച്ച് ഞങ്ങളത് മാതൃകാപരമായി ഇടപെടുന്നു. എന്നാൽ ഞങ്ങളോട് മത്സരിച്ച് 30 വീട് പറഞ്ഞവർ ഇത് കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ഇടപെടുന്ന സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പറയില്ലേ? അത് മാത്രമല്ല, ഈ കൊടുത്ത ഞങ്ങൾ കള്ളന്മാരാണ്. അത് കണ്ടോ? അത് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവരുടെ നേതാക്കന്മാർ പോസ്റ്റ് ഇടുക, ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല, ഞങ്ങൾ CMDRFിലേക്കായിരുന്നു കൊടുക്കുമെന്ന് പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ ടൗൺഷിപ്പ് പദ്ധതിയിലേക്കാണ് പണം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഇത് പണം പിരിച്ച് മുക്കി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ വിലയിരുത്തേണ്ടത് ആരെയാ? പറഞ്ഞ വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഓക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് വലിയ രീതിയിൽ CPM പ്രചാരണം നടത്തുന്നത് നമ്മൾ കാണുകയാണ്. ഇരുണ്ട കാലം എന്ന് പറഞ്ഞുള്ള പ്രചാരണം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. DYFI ആണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നുണകൾ, VD സതീശിൻ്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പലതരം മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന തരം ക്യാമ്പയിനൊക്കെ കാണുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എവിടെയും കാണാത്ത തരം മത്സരങ്ങളാണ്. തീർച്ചയായിട്ടും അത് സത്യത്തിൽ ഞങ്ങൾ തന്നെ ചില പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്, ഒരു ഗതികേടാണ് കേരളത്തിൻ്റെ എന്നുള്ളത്. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് സത്യത്തിൽ. ഇതിനേക്കാൾ മികച്ച ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിന് ഇതിനേക്കാളും മികച്ച ഒരു നിലവാരമുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് ഞങ്ങൾ എത്തിയത് എന്തെന്ന് വെച്ചാൽ, പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീടിന് ഞങ്ങൾ സ്ഥലം ചോദിച്ചു, ഗവൺമെൻറ് സ്ഥലം തന്നില്ല എന്ന് പറയുക. സത്യത്തിൽ ചോദിച്ചില്ല, മന്ത്രിയും പറഞ്ഞു അങ്ങനെ ചോദിച്ചതിൻ്റെ ഒന്നുമില്ല. പിന്നെ 5 ലക്ഷം വീട് പറഞ്ഞു. 5 ലക്ഷം വീട് ഗവൺമെൻറ് ലൈഫിലൂടെ 5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്തത് വലിയ രീതിയിൽ ഒരു പ്രചരണമാക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അന്ന് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തോ കേരളത്തിൻ്റെ നല്ലതിന് ഒരു നിയമസഭയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ. ആ ചോദ്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം, എൻ്റെ ഫോണിലുണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വീട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത്. അതിൽ പറയും 4189 മറ്റോ ആണ് ആ വീടിൻ്റെ കണക്കുള്ളത്, വീട് നിർമ്മിച്ചതിൻ്റെ കണക്ക്. അങ്ങനെ നുണ പറയുക. ഞങ്ങൾക്കാണെങ്കിൽ അതിലുള്ള ഒരു ആദ്യ മത്സരം ഞങ്ങൾ നടത്തുന്ന ഇവിടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ പരിസരത്താണ്. ആ മത്സരം നടത്തുമ്പോൾ ഞാനാണ് ആ മത്സരത്തിൽ ഉദ്ഘാടകനായിട്ടും അതിൻ്റെ പൂർണ്ണ സമയം അവിടെ ഉണ്ട്. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്നത് പോലെ നമുക്കൊരു എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ നേതാവാണല്ലോ, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത്രയും നുണകളൊക്കെ വരുമോ. നമ്മൾ കുറച്ചൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. മത്സരം തുടങ്ങി. നമ്മൾ ഈ കുട്ടികൾ മത്സരത്തിന് പങ്കെടുക്കുന്നവർ, ഈ മത്സരാർത്ഥികൾ, അന്നവിടെ 9 പേരോ മറ്റോ പങ്കെടുത്തു. അവർ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. 2 മിനിറ്റാണ് ഞങ്ങൾ മത്സരത്തിന് കൊടുക്കുന്നത്. 2 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ നുണകൾ, അതായത് VD സതീശൻ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞ നുണകൾ 2 മിനിറ്റിൽ പറയണം. ഏറ്റവും കൂടുതൽ നമ്പർ പറയുന്നത് ആരാണോ അവർക്കാണ് പ്രൈസ്. അവിടെ അവർ പറഞ്ഞത് 1ാം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥി പറഞ്ഞത് 11 നുണയാണ്. അത് കഴിഞ്ഞ് കോഴിക്കോട് മത്സരം നടത്തി. അവിടെയും ഞാനുണ്ടായിരുന്നു. കോഴിക്കോട് മത്സരത്തിലും ഞാനുണ്ടായിരുന്നു അന്ന്. ആ മത്സരവും ഞാനിത് കഴിയട്ടെ എന്നിട്ട് പോകാം എന്ന് കരുതി വെയിറ്റ് ചെയ്തു. 2 മിനിറ്റ് കൊടുത്തു. 16 നുണ പറഞ്ഞാണ് പ്രൈസ് നേടിയത്. എന്താ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് മാറ്റി പറയുന്നു, മറ്റു പല സന്ദർഭങ്ങളിലും പറയാത്തത് പറഞ്ഞു എന്ന്, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുന്നു, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹത്തെ ഇങ്ങനെ അതാത് സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്തും പറഞ്ഞ് അങ്ങ് പോവുക. വാചക കസർത്ത് കൊണ്ട് ഇങ്ങ് രക്ഷപ്പെടാം, ഇതിനെല്ലാം റദ്ദ് ചെയ്യാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ നുണകൾക്ക് ഒരുപാട് എന്തുണ്ട്, ചിലർ നുണകളെ ഒരു ആയുധമാക്കി ഉപയോഗിക്കും. ആ നുണ പറഞ്ഞ് രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഈ നുണകളിലൂടെ കേരളത്തിൻ്റെ വലതുപക്ഷത്തെ, ഈ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ള രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നുണകളാണ്. ഇത് ഈ നാടിൻ്റെ സത്യത്തെ മറച്ചു പിടിക്കുന്നതാണ്, നന്മയെ മറച്ചു പിടിക്കുന്നതാണ്, മുന്നേറ്റത്തെ മറച്ചു പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നുണകൾ ജനങ്ങൾ ചർച്ച ചെയ്യണം എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ മത്സരത്തിലേക്ക് എത്തുന്നത്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് ആ രാഷ്ട്രീയം, പക്ഷേ അതിനപ്പുറം അതൊരു വ്യക്തി അധിക്ഷേപത്തിലേക്കും അതല്ലെങ്കിൽ വെല്ലുവിളികളിലേക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു വാക്പോരിലേക്കൊക്കെ എത്തുന്നതാണ് കാണുന്നത്. അതൊക്കെ ശരിയാണോ? അങ്ങനെയല്ലല്ലോ. ഇപ്പം ഞാനൊരു നുണ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വസ്തുതകൾക്ക് നിരക്കാത്തത് പറഞ്ഞാൽ, അത് ഒരു ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും.
അതിനെ നമ്മൾ വ്യക്തിഹത്യ എന്നല്ല കാണേണ്ടത്. അതിനെ ജനാധിപത്യത്തിൻ്റെ വിലയിരുത്തലായി, ജനാധിപത്യത്തിൻ്റെ അവകാശമായിട്ടാണ് കാണേണ്ടത്. കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നത് അത്ര അല്ല, അത് അതും ഇതും ബന്ധമില്ല കേട്ടോ. അത് നിങ്ങൾ ചോദിച്ച മനസ്സിലായി. അത് ഏത് സന്ദർഭത്തിലാണ്? നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇവർ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കോർണർ ചെയ്ത് ആക്രമിക്കുക. അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ ഇവരന്ന് എന്തൊക്കെ പറഞ്ഞാലും വീണ ജോർജ് മിനിസ്റ്റർ അന്ന് മന്ത്രിയല്ലല്ലോ. അതിന് മുമ്പ് നടന്നൊരു സംഭവത്തെ അതിനെ പിടിച്ചാണ് പിന്നീട് ഈ സമരങ്ങൾ നടക്കുന്നത്. ട്രെയിൻ കയറാൻ പോകുന്ന മന്ത്രിയെ, ഒരു വനിതാ മന്ത്രിയെ നമ്മൾ അങ്ങ് ഓടിക്കയറി. ആരായാലും നിങ്ങൾ നോക്കൂ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓടി ആളുകൾ വരുന്നു. അവിടെ ഒരു ഭയങ്കര ക്രൗഡാകുന്നു, പോലീസ് പിടിച്ചു മാറ്റുന്നു. ആകെ 2 പേരാണ് വസീഫ് വന്നത്. ഇപ്പം നിങ്ങൾ 2 പേരും സതീശൻ തന്നെ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. കരിങ്കൊടി പ്രതിഷേധ ഡിവൈഎഫ്ഐ നടത്തി. അല്ല, ഞാൻ കരിങ്കൊടി പ്രതിഷേധത്തൊന്നും അന്ന് തന്നെ വേറെയും 6 ഇടത്ത് നടത്തിയില്ലേ? അതിനൊന്നും നമ്മൾ പറഞ്ഞില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രി ഇങ്ങനെ ട്രെയിൻ കയറാൻ തൊട്ടടുത്ത് ആ ട്രെയിൻ കയറി വീട്ടിലെത്തേണ്ട ആളാണ് ഇവർ. വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തേണ്ട അവർ കയറാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ 2 പേരെന്ന് പറഞ്ഞു, അവർ പറഞ്ഞ 5 പേരെന്ന്, വി.ഡി. സതീശൻ 3 പേരെന്ന് പറഞ്ഞു. എത്ര പേരാണെന്ന് അതിൽ വ്യക്തമായിട്ട് അല്ല, അത് അവിടെയുള്ള 2 പേരാ. ഒളിച്ചും പാത്തും വരുന്ന വേറെ 2 പേരുണ്ട്. അല്ല, ആക്രമിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് അതിൽ 2 പേരാണ്. അല്ല, അവിടെയുള്ള അവരുടെ കേസുകാർ എത്ര പേരാണെന്ന് നമുക്കറിയില്ലല്ലോ. എത്ര ആളായാലും ഇപ്പം ഇനി ഒരാളാണോ ഉള്ളത്, 2 ആളാണോ ഉള്ളത് എന്നറിയില്ലല്ലോ. ഇങ്ങനെ മന്ത്രിയെ ആക്രമിക്കാൻ വന്നതാണോ എന്നുള്ളതും നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ വരികയാണ്, ഒരു ഗറില്ല മോഡലിൽ വരികയാണ്. ഒരു കരിങ്കൊടി സമരം പോലെ ഇനി പോട്ടെ, ഒരു 10 ആൾ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. ഒരു സമരമാണ്, അതൊരു ജനാധിപത്യ മാർഗ്ഗം. ഇത് ഒളിഞ്ഞിരുന്ന് വരുന്നത് നിങ്ങളും കണ്ടു. ഏതായാലും അങ്ങനെ വന്നു. മന്ത്രി പറഞ്ഞു എനിക്ക് പരിക്കുണ്ട്, കഴുത്തിന് പരിക്കുണ്ട്. സ്വാഭാവികമായിട്ട് ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന സമയത്ത് ഇവർ വ്യാപകമായുള്ള പ്രചരണം, ഒരു സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രചരണം നമ്മൾ നടത്താറില്ല. അവരിതിനെ വലിയൊരു പരിഹാസ രൂപേണ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു, ഇങ്ങനെ വി.ഡി. സതീശന് നാളെ ഇങ്ങനെ ഒരു മർദ്ദനമേറ്റ് അതിൻ്റെ ദൃശ്യങ്ങൾ ഇല്ലാതെ വരുന്നവർക്ക് ഞങ്ങൾ ഇനാം പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നേരെ തിരിച്ചുള്ള ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു സംസാരം നടത്തി എന്നുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിൽ തന്നെയുണ്ട്. ആ ഫുൾ വീഡിയോ അത് പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിലെ UDFൻ്റെ നേതൃത്വമല്ലേ? അത് UDFൻ്റെ ശബ്ദമാവേണ്ട ആളാണ്, അദ്ദേഹമാണല്ലോ. അദ്ദേഹം ഇങ്ങനെ പലതും പറഞ്ഞ് ഈ പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് മറ്റു കാര്യം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് UDFൻ്റെ ശബ്ദമാണ്. UDFനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്രമിക്കുന്നത്. അപ്പോഴും പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചതായി ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ദൃശ്യങ്ങളിലില്ല എന്ന് നിങ്ങളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് അല്ല, അതിൽ കൃത്യമാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ നടക്കുന്ന പോലെയല്ല. കൃത്യമായി ഈ KSU പ്രവർത്തകർ മന്ത്രിയുടെ കഴുത്ത് നോക്കി കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു എന്നാണ് FIR-ൽ പറയുന്നത്. അങ്ങനെ ഒരു അറ്റാക്ക് അല്ലല്ലോ നടക്കുക. അല്ല, അത് തന്നെയാണ് നിങ്ങളൊക്കെയും ആരോപണമായി ഉന്നയിക്കുകയും FIR-നെ ഒക്കെ പിന്നെ കോടതിയിൽ അവർ ചോദ്യം ചെയ്യട്ടെ. FIR എന്നുള്ളത് കോടതിയിലേക്കുള്ള ഒന്നാണല്ലോ. നമ്മളിവിടെ പറയുന്നത് എന്താ, മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. മന്ത്രിയുടെ ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് മന്ത്രിയെ, ഒരു ട്രെയിൻ കയറാൻ പോകുന്ന മന്ത്രിയെ ആക്രമിക്കാൻ എന്ന രീതിയിൽ ഒളിഞ്ഞിരുന്ന് ഇവർ അങ്ങനെയുണ്ടല്ലോ, ഒരു ഗറില്ല മോഡൽ അക്രമം നടത്താൻ വേണ്ടി അവർ വന്നു. അത് യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇവരങ്ങനെ ഒളിഞ്ഞിരുന്ന് പാഞ്ഞിങ്ങോട്ട് വന്നിരുന്നില്ലെങ്കിൽ അങ്ങനെ അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിലും മന്ത്രിക്ക് ഇങ്ങനെ പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമോ? ഇല്ല, അവർ നേരെ ട്രെയിൻ കയറി പോയില്ലേ? ശരി, നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വന്നാൽ കഴിഞ്ഞ തവണ MLA-മാരെല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചതുമാണ്, നമുക്കറിയാം നിയമസഭയിൽ. അപ്പോൾ എന്താണ് DYFIയുടെ ഒരു പ്രതീക്ഷ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം രാജ്യത്ത് ഒരു പ്രതീക്ഷയായി, ഒരു ബദലായി, തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അഗ്നിപഥ് പദ്ധതി നടപ്പിലാക്കി പട്ടാളത്തിൽ പോലും, മിലിറ്ററിയിൽ പോലും താൽക്കാലികക്കാരെ കൊണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട്. അത്രയും നിയമനം ഇല്ലാതെയാവുകയാണ്. നമ്മുടെ LIC, BSNL, റെയിൽവേയിൽ എല്ലാം വേക്കൻസികൾ ഒഴിഞ്ഞുകിടക്കുക. 10 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുക രാജ്യത്ത്. ഒരു സ്ഥിരം തൊഴിലെന്ന് പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നായി മാറുകയാണ്. ആ സാഹചര്യത്തിൽ അത് ഒരു നയത്തിൻ്റെ ഭാഗമാണെന്നും ഇവിടെ കേരളത്തിൽ അതിന് ബദലായി മറ്റൊരു നയമുണ്ടെന്നും
തസ്തികകൾ അതാത് സമയത്ത് നികത്തണമെന്നും PSC മുഖാന്തരം മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി സംവരണത്തിനെ അടിസ്ഥാനപ്പെടുത്തി യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. UPSC പോലും പറഞ്ഞു കേരളത്തിലെ നിയമനത്തെക്കുറിച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന് UPSC പുറത്തുവിട്ട കണക്കിലുണ്ട്. 62%. 100 പേർക്ക് നിയമനം കൊടുക്കുകയാണ്, 62 പേർക്ക് നിയമനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം. നമ്മൾ സർക്കാർ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ നേട്ടങ്ങൾ അത് പരസ്യമായൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്, ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന പരസ്യം, അത് PRD തന്നെ പബ്ലിഷ് ചെയ്ത പരസ്യം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടി കമ്പയർ ചെയ്തുകൊണ്ടൊരു പരസ്യം, അത് വലിയ രീതിയിൽ ചർച്ചയായി. പക്ഷേ അതിലൊരു വിഷയമുള്ളത്, സർക്കാർ സംവിധാനങ്ങളെ അതിനുപയോഗിക്കുന്നു, PRD തന്നെ അതിനുപയോഗിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. മാത്രമല്ല അതൊരു നിയമപരമായി ശരിയാണോ എന്നുള്ള ചോദ്യം കോടതിയിലേക്കും പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നം അങ്ങനെയൊക്കെ തന്നെയാണ് ഉയർത്തുന്നത്. അത് ശരിയായിരുന്നോ? എന്താണ് അതിൽ നിങ്ങളുടെ ഒരു വെർഷൻ? ഞാനതാ പറഞ്ഞത്, കേരളം മുന്നോട്ടേക്ക് കുതിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പുറകോട്ട് പോകരുത്. പുറകിൽ എന്തായിരുന്നു എന്നുള്ളത് കാണിച്ച് പുതിയ കാലത്തെ പരിചയപ്പെടുത്തും. അതിലെന്താ തെറ്റ്? നമ്മൾ പവർ കട്ടില്ലാത്ത ഒരു നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നു. നമുക്ക് പവർ കട്ടിലേക്ക് പോകാൻ പറ്റില്ല. മുൻപ് VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ പവർ കട്ട് നിർത്തി ഒരു വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി മികച്ച രീതിയിൽ വരികയായിരുന്നു. പൊടുന്നനെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുന്നു, വീണ്ടും എന്താകുന്നു? പവർ കട്ടിലേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ നേരത്തെ VSൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ നിയമനങ്ങളിലൊക്കെ ഒരു കൃത്യതയും വ്യക്തതയും ഒക്കെ വരുത്തുന്നു. വീണ്ടും ഉമ്മൻചാണ്ടിയുടെ കാലം വരുന്നു. ആ ഒരു നയമാണ് അതിൻ്റെ പ്രശ്നം. അവിടെ നിയമനങ്ങൾ ഇല്ലാതാകുന്നു, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ടാവും, സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാരിൻ്റെ സ്കൂളിൽ പഠിച്ച് സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങി സർക്കാരിൻ്റെ പെൻഷനും വാങ്ങി ഇവിടെ ജീവിക്കാമെന്ന്, അങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് കരുതരുത് എന്നായിരുന്നു അവരുടെ നയം. അത് UDFൻ്റെ നയമാണ്. ആ നയമാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ള നിലക്ക് പുതിയ ഗവൺമെൻറ് മുൻകാലങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു എന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് എന്താ തെറ്റ്? അതിനല്ലേ പബ്ലിക് റിലേഷൻ വകുപ്പ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാനല്ലേ. അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം അവരെന്താ, ഞാൻ നേരത്തെ നമ്മൾ തുടങ്ങിയത് എന്താ, എങ്ങനെയെങ്കിലും നുണകളെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് കളയാം എന്ന് ആലോചിക്കുന്ന സമയത്ത് നുണയല്ല, യാഥാർത്ഥ്യം ഇതാ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കൈകളിലേക്ക് ഈ യാഥാർത്ഥ്യം വരുമ്പോൾ, വസ്തുതകൾ വരുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. അതുണ്ടാവട്ടെന്നേ, അവർ കേസ് കൊടുക്കട്ടെ, ബാക്കി നോക്കാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതൊരു പാഠമായിരുന്നു. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, അത് പ്രാദേശികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നതാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തലുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്? അത്തരത്തിലൊരു സ്വയം വിമർശനത്തിലേക്ക് കൂടി പാർട്ടി പോയിട്ടുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ എവിടെയും നടത്തിയിട്ടില്ല. പ്രാദേശികമായ ഭരണവിരുദ്ധ വികാരം അങ്ങനെ പ്രാദേശികമായി പലയിടത്തും പല പ്രശ്നങ്ങളും നമ്മൾ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ശരി തന്നെയാണ്. അതിൻ്റെ ഒരു കാരണമായി ഞങ്ങൾ കണ്ടത് നേരത്തെ ഈ പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങളും ജനങ്ങളെ കാണാനും ബോധ്യപ്പെടുത്താനും ഒക്കെ ഇറങ്ങിയത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു നുണകളുടെ ഒരു വലിയ പേമാരി എന്ന് തന്നെ പറയാം, ഒരു കുത്തൊഴുക്ക് വലിയ രീതിയിൽ വന്നുകൊണ്ടിരുന്നു. അതിൽ ജനങ്ങളിൽ കുറേ ജനങ്ങൾ വിശ്വസിച്ചു പോയി. ഇപ്പോൾ അതിനുശേഷം ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഗൃഹസന്ദർശനം. ജനങ്ങളെ കാണാം, ഇതെന്താ സംഭവിച്ചതെന്നറിയാം. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് എന്താ, ഇത്രയും വികസനം നടത്തിയ, ജനങ്ങൾക്ക് ക്ഷേമകാര്യങ്ങളിൽ ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ഗവൺമെൻറ്റിന് എന്ത് തന്നെ ആയാലും ഒരു എഡ്ജുണ്ടാകും, ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ കരുതിയത്. അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ഇതെന്താ ഇതിന് കാരണം എന്നന്വേഷിച്ച് ഞങ്ങൾക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. ഞങ്ങൾ വീട് കയറി, ഞാൻ തന്നെ വീട് കയറി. എന്നോട് പല വീടുകളിൽ നിന്നും പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. SIR, ഈ തീവ്ര പരിശോധന, വോട്ടർപട്ടികയുടെ പരിശോധന പിണറായി വിജയൻ നടപ്പിലാക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് വെട്ടാൻ എന്നങ്ങ് പറഞ്ഞു വെക്കുക, ഒരു മടിയുമില്ലാതെ. നോക്കണം നിങ്ങൾ, രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന, വർഗീയതക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടമാണ് കേരളം. അതിൻ്റെ നേതൃത്വമാണ് സഖാവ് പിണറായി വിജയൻ. അവിടെയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രചരണം നടത്തുന്നത്. അങ്ങനെയുള്ള നുണകൾ കൊണ്ട് വിജയം നേടാം എന്നവർ ഒരു പരിധിവരെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തന്നു.
അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടി സജീവമായി ഞങ്ങളുടെ സഖാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തകർ വീടുകളിൽ കയറി ജനങ്ങളെ കണ്ട് വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഇടപെടലിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ, പച്ചയ്ക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ഇപ്പോഴും ചേർന്ന് നടക്കുകയാണ് CPIM. മുഖ്യമന്ത്രി തന്നെ അതിന് കുടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കാറിൽ കയറ്റുകയും ആ പ്രസ്താവനകളെ ഒന്നും തള്ളിപ്പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഈ വെള്ളാപ്പള്ളി SNDP യോഗത്തിൻ്റെ SNDPയുടെ ഒരു നേതാവായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തെ RSS ആയിട്ട് കാണണ്ടല്ലോ. അദ്ദേഹം RSS അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ മുസ്ലിം ലീഗിനെതിരെയാണ് പറയുന്നത്. അതായത് അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ, മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകൾ, അവർ അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ മുതലാളിമാർക്ക് വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ അവരൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്, സ്ഥാപനങ്ങളും മറ്റും തുടങ്ങുന്നുണ്ട് അവിടെ അവരുടെ ഭരണകാലത്ത്. ആ സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടുന്നു, അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം. അദ്ദേഹത്തെ മീൻസ് അവരുടെ സംഘടനയെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ RSSനോട് ചേർന്ന് നിൽക്കുന്നതാരാ? ആ തൊഗാഡിയ കോഴിക്കോട് മുതലക്കുളത്ത് വന്ന് പ്രസംഗിച്ച് വിദ്വേഷം വലിയ രീതിയിൽ നാട്ടിലേക്ക് ഇറക്കി വിട്ട ആ പ്രസംഗത്തിനെതിരെ കേസെടുത്തിട്ട് കുമ്മനം രാജശേഖരൻ്റെ അപേക്ഷയിൽ ആ കേസ് പിൻവലിച്ചു കൊടുത്തവരല്ലേ കേരളത്തിലെ UDF? അവരാണ് എന്നിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനായാലും ഈ മറ്റ് മത ജാതി ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാരായാലും അവരെയൊക്കെ നമ്മളൊരു മറ്റൊരു തരത്തിലല്ലേ കാണുക. അവരൊക്കെ ഇങ്ങനെ അപ്പാടെ അടച്ചാക്ഷേപിച്ച് പോകുന്ന രീതി സ്വീകരിച്ച് അവരെയെല്ലാം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ലല്ലോ. പറയേണ്ട സ്ഥലത്ത് പറയാറുണ്ട്. വെള്ളാപ്പള്ളി നടേശനായാലും ഇതുപോലുള്ള സംഘടനാ നേതാക്കന്മാരായാലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെയെല്ലാം പ്രതികരിക്കേണ്ട സമയത്ത് ഞങ്ങളൊക്കെ പ്രതികരിക്കാറുണ്ട്. ഇടതുപക്ഷം പ്രതികരിക്കാറുണ്ട്, മുഖ്യമന്ത്രി പ്രതികരിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളത് ആരുടെ താല്പര്യമാണ്? അത് UDFൻ്റെയും BJPയുടെയും ഒക്കെ താല്പര്യമാണ്. അതിനെ നമ്മൾ ആ രീതി കണ്ടാൽ മതി. ഇവിടെ BJPയും സംഘപരിവാറും നടത്തുന്ന വലിയ വർഗീയത പടർത്താനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനെ ഇതുപോലെ മറ്റ് തരത്തിലേക്ക് വഴി തിരിച്ചു കൊണ്ടുപോയി BJPക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും ഇടമുണ്ടാക്കി കൊടുക്കാൻ ജമായത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് UDF നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇതെല്ലാം എന്നുള്ളതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഇത്തവണ വലിയ ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ. നമ്മൾ നിലമ്പൂർ മുതൽ അത് കേൾക്കുകയാണ്. UDF പരസ്യമായി തന്നെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പരസ്യമായി തന്നെ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറയുകയാണ്. അതിനെതിരെ CPM വലിയ വിമർശനം ഉയർത്തുമ്പോൾ പോലും പണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായിരുന്ന സൗഹൃദം, CPMൻ്റെ നേതാക്കൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കണ്ടതും അതും ചർച്ചാ വിഷയമാണ്. അത് രണ്ടും ഒരേപോലെ തന്നെ അപ്പോൾ വർഗീയതയല്ലേ? അല്ല, അവർക്ക് മുഖ്യമന്ത്രിയെ കാണാനോ ഒരു പാർട്ടി സെക്രട്ടറിയെ കാണാനോ പറ്റില്ല എന്ന അഭിപ്രായം നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടല്ലോ, ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ, ഇല്ലേ? എന്നാൽ നമ്മളിവിടുത്തെ പ്രശ്നം എന്താ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കുക? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൊടുക്കുക. തൊട്ടു പിറ്റേ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറയുന്നു ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. ഇവിടെ ഈ കേരളത്തിൽ അമീർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് അമീർ തന്നെ പറയുകയാണ്. അതെങ്ങനെയാണ് പറയുന്നത്? അവരുടെ ഈ പുസ്തകങ്ങൾ, അവരിറക്കിയ രേഖകൾ എല്ലാം അവർ റദ്ദ് ചെയ്യണോ? അങ്ങനെ അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന്? അവരൊരു സാർവദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് KM ഷാജിയുടെ അഭിപ്രായം എന്തായിരുന്നു? ISISനോടായിരുന്നു ഉപമിച്ചിരുന്നത്, ഓർമ്മയില്ലേ? ഇസ്ലാമിക് സ്റ്റേറ്റിനോട് വരെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആര് ഉപമിച്ചിട്ടുണ്ട്? മുസ്ലിം ലീഗ് ഉപമിച്ചിട്ടുണ്ട്. ഈ KM ഷാജിമാർ, MK മുനീർ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വളരെ ശക്തമായി ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചിട്ടുണ്ട്. CPMോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ വിമർശിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി തീർക്കുകയാണിപ്പോൾ. ഞങ്ങൾക്ക് ഇത് വിമർശിക്കാനുള്ള അധികാരമില്ലേ? ഈ സമൂഹത്തിൽ സംഘപരിവാരത്തെ പടിക്ക് പുറത്ത് നിർത്തണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ സംഘപരിവാരത്തിന് വടി കൊടുക്കുന്ന, സംഘപരിവാരത്തിന് വളരാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ നിലപാടിനെതിരെയും ഞങ്ങൾ നിലപാടുകൾ പറയും. അതിനെ ആരും വല്ലാതെ പ്രയാസത്തോടു കൂടി കാണേണ്ട കാര്യമില്ല.
ഇങ്ങനെയുള്ള സംഘടനകളുമായി കൂട്ടുചേർന്ന് സഖ്യം ഉണ്ടാക്കുക, പരസ്യമായി സഖ്യം ഉണ്ടാക്കുക. ഇത്ര സീറ്റ് നിങ്ങൾക്ക്, ഇത്ര സീറ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ധാരണയുണ്ടാക്കിയാണ് മത്സരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും സീറ്റ് കൊടുത്തു, മറ്റു പലയിടത്തും കൊടുത്തു. അങ്ങനെ കൊടുത്ത് പരസ്യമായി സഖ്യമുണ്ടായി മത്സരിക്കുന്നു. അത് ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടാക്കിയ നീക്കുപോക്കല്ല. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ കൈകൊടുത്ത് സീറ്റിലിരുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് അപകടമാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനങ്ങളുള്ള ഈ ഇടത്ത് ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് അപകടമാണ്. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ബി ജെ പിയുടെ ഒരു വളർച്ച അതുകൂടി തള്ളിക്കളയാനാവുന്നതല്ലോ. കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പറഞ്ഞതാണ്, അത് അലാമിംഗ് സിറ്റുവേഷനാണ്. BJP ഇത്തരത്തിൽ വളർന്നു വരുന്നത് അത് ഒരു തരത്തിലും കേരള സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, തൃശ്ശൂരിൽ അവർ ജയിക്കുന്നു, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രിയൊക്കെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് വലിയ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. A ക്ലാസ് മണ്ഡലങ്ങൾ നിശ്ചയിച്ച് അവിടെ പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരുന്നു. സെലിബ്രിറ്റികളെ പരമാവധി പാർട്ടിയോട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ BJP ഇവിടെ നടത്തുന്നുണ്ട് കേരളത്തിൽ. അതവർ നേരത്തെയും ഒരുപാട് തവണ പരിശ്രമിച്ചിട്ട് അവസാനിപ്പിച്ചതാണ്. BJP കഴിഞ്ഞ ലോകസഭയിൽ നേടിയതിനേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ ഏകദേശം 4% കുറവാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായത്. തിരുവനന്തപുരം നേടി എന്നുള്ളതിൽ സാങ്കേതികത്വം, അതിൽ കുറേയേറെ കാര്യങ്ങൾ. പക്ഷേ വോട്ടിംഗ് ശതമാനം കുറവാണ് ഉണ്ടാകുന്നത്. എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ അവർ ശ്രമം നടത്തുന്നുണ്ട്. 2021 അവർ പറഞ്ഞു, എന്താ, ഞങ്ങൾ 30 സീറ്റ് നേടും, ഞങ്ങൾ ഭരണത്തിൽ വരും. ഓർമ്മയില്ല, അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നിട്ട് എന്തായി? ഉള്ളൊന്ന് മുട്ടയായി മാറി. അത് ഇല്ലാതായി. അവരുടെ അക്കൗണ്ട് പൂട്ടി. ശിവൻകുട്ടി സഖാവ് നേമത്ത് ഉജ്ജ്വലമായ വിജയം നേടി. അതൊരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിജയമായിരുന്നു. കേരളത്തിൽ BJPയെ നമ്മളങ്ങ് മാറ്റി നിർത്തി. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. K. മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി, TN പ്രതാപനെ മാറ്റി നിർത്തി. അവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 85,000-ലധികം, ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ട് കോൺഗ്രസിൽ നിന്ന് കുറവുണ്ടാകുന്നു. അങ്ങനെ BJP ജയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് DCC ആഫീസിൽ കൂട്ടത്തല്ല്. ഓർമ്മയില്ലേ? DCC പ്രസിഡന്റും DCCയുടെ KPCCയുടെയും ഭാരവാഹികൾ തമ്മിൽ തൃശ്ശൂർ DCC ആഫീസിൽ വെച്ച് കൂട്ടത്തല്ല്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ജയിക്കാൻ ഇട വന്നത്. ഇതാണ് നേരത്തെ സുരേന്ദ്രനും പറഞ്ഞു വെച്ചത്, ഞങ്ങൾ 30 സീറ്റിൽ ജയിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരും. പറഞ്ഞതിൻ്റെ മലയാളം എന്താ? കോൺഗ്രസിനെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. കോൺഗ്രസിനെ വാങ്ങി ഇവിടെ ജയിക്കാം എന്നാണ് അവർ കരുതുന്നത്. അത് കേരളത്തിലെ പൊതു സമൂഹം തിരിച്ചറിയും. BJP ഒന്നും ഇവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല. ആരുടെ സഹായമില്ലെങ്കിൽ? കോൺഗ്രസിൻ്റെ സഹായമില്ലെങ്കിൽ. നിങ്ങൾ ഇരുണ്ട കാലം ക്യാമ്പയിൻ നടത്തുമ്പോൾ മറുഭാഗത്ത് നിന്ന് കടക്കുപുറത്ത് ക്യാമ്പയിനാണ് കാണുന്നത്. അതിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ആയുധമാക്കിക്കൊണ്ട് UDF മറുഭാഗത്ത് പ്രചാരണം നടത്തുന്നുണ്ട്. അത് അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ സോണിയാഗാന്ധിയെയും ഈ അടൂർ പ്രകാശിനെയൊക്കെ പുറത്തു നിർത്തണം എന്നായിരിക്കും കടക്ക് പുറത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ CPM അല്ലേ പ്രതിരോധത്തിൽ? കാരണം CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അതിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ അവർ പുറത്തു വരികയാണ്. അതിലെന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊന്നോ രണ്ടോ വ്യക്തികൾ, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റതോ, ഈ പറയുന്ന സ്വർണം കട്ടു എന്ന് പറയുന്ന ആളും, അതായത് പോറ്റിയും, സ്വർണം വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധനും എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ തൊട്ടടുത്ത് നിന്ന്, അതും ഒരു തവണയല്ലല്ലോ, അടുത്ത് നിന്ന് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത്? ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് പറഞ്ഞുകൂടെ, എന്താണ് ഈ കെട്ടിക്കൊടുത്തത് ഇവിടുത്തെ ബാക്കി സ്വർണ്ണമാണെന്ന്? ഞങ്ങൾ അതിനെ ആ രീതിയിലല്ല കാണുന്നത്. ഇവരെന്താ കാണുന്നത്? ഇതിനെല്ലാം സുവർണാവസരമായിട്ടാണ് കാണുന്നത്. നേരത്തെയും ശബരിമലയെ സുവർണാവസരമായിട്ട് ഇവർ കാണുകയാണ്. ഇപ്പോഴും ഇവരെന്ത് ചെയ്യാണ്? ഈ ശബരിമലയെ ഇങ്ങനെ കാണുകയാണ്. പക്ഷേ ഇതൊക്കെ ജനം തിരിച്ചറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസികളെ അല്ല, തീർച്ചയായിട്ടും നടപടിയെടുക്കും. അതിലൊന്നും ഒരു തർക്കവും. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശവും വിശദീകരണം കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നടപടിയെടുക്കാതെ പോകുന്ന പാർട്ടിയൊന്നല്ല CPM. മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, അവർക്ക് വലിയ പിന്തുണ നൽകുന്ന നിലപാടാണ് കഴിഞ്ഞ ഈ ദേവസ്വം രംഗത്തൊക്കെ ഇടപെട്ടതിനെ നമുക്ക് കാണുന്നത്. ദേവസ്വം വകുപ്പിന് പണം കൊടുക്കുന്നു, ഈ ശബരിമലയിലെ തന്നെ തീർത്ഥാടനത്തിനുള്ള സൗകര്യങ്ങൾ മികച്ചതാക്കുന്നു, ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായി ശബരിമലയിൽ വിശ്വാസികൾക്ക് വന്നു പോകാനുള്ള സാഹചര്യമുണ്ടാകുന്നു. മറ്റമ്പലങ്ങൾക്കെല്ലാം, പ്രതിസന്ധിയുള്ള അമ്പലങ്ങൾക്കെല്ലാം സഹായം ചെയ്യുന്ന, അതും ഇരട്ടിയിലധികം UDFൻ്റെ കാലത്തൊക്കെ കൊടുത്തതിലധികം പണം കൊടുക്കുകയാണ് ദേവസ്വത്തിന്. അങ്ങനെ ഈ ഒരു പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിനെല്ലാം നമ്മുടെ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന തരത്തിൽ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. വിശ്വാസികളെ കൂടി ചേർത്ത് നിർത്തി പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അവിടെയാണ് ഒരു അവസരമായി ഇവർ പോറ്റിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയൊക്കെ ഉപയോഗപ്പെടുത്തി ഇടതുപക്ഷത്തെ മോശമാക്കാനും അതിലൂടെ എങ്ങനെ ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്നാലോചിക്കുന്നത്. അതൊക്കെ ജനം തിരിച്ചറിയും എന്ന് തന്നെ പറയാനുള്ളൂ. തുടർഭരണത്തിന് വോട്ട് ചെയ്യണമെന്ന് LDF പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അക്കമിട്ട് നിരത്തിയാൽ ആദ്യത്തെ ഒരു 5 പോയിന്റ് എന്തായിരിക്കും സർക്കാരിൻ്റെ നേട്ടമായി അവതരിപ്പിക്കുന്നത്? സ്കൂളുകൾ പൂട്ടാത്ത കേരളം, ലൈറ്റ് ഓഫ് ആവാത്ത കേരളം, ഗട്ടറുകളില്ലാത്ത കേരളം, നിയമന നിരോധനമില്ലാത്ത കേരളം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത കേരളം, ഇങ്ങനെ വികസനത്തിൻ്റെ പുതിയ പാന്താവ് തേടിയുള്ള, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള വലിയ ഒരു കുതിപ്പ് തന്നെ. ഇപ്പോൾ അവസാനമാണെങ്കിൽ തുരങ്കപാത. UDFൻ്റെ ഈ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ തുരങ്കപാത 2000-ലധികം കോടി രൂപ മുടക്കി അതിൻ്റെ പ്രവൃത്തി അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള, ഏറ്റവും താല്പര്യമുള്ള ഇടമായി നമ്മുടെ കേരളം മാറുക. അങ്ങനെ കേരളത്തിൻ്റെ ഈ ഒരു പുതിയ മുഖത്തിന് കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ വസീഫ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ ചേർന്നത്.